welcome back to my YouTube channel Anu's Crazy Talks. Hostel room tour video ആയിട്ടാണ്. അപ്പോൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം ടൂർ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെയ്യാമെന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ഒരു ബെല്ലൈക്കൺ വീഡിയോ ഉണ്ടാകും. അതുകൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ കുഞ്ഞു ഫാമിലി മെമ്പർ ആകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് വേഗം വീട്ടിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ഫ്ലോർ ഉള്ളത് 3rd ഫ്ലോറിലാണ്. അപ്പോൾ 305 ആണ് എൻ്റെ റൂം. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാം. ഇതാണ് എൻ്റെ റൂം. നമുക്ക് റൂം വലിയ കാര്യമായിട്ടൊന്നും സിമ്പിൾ റൂമാണ്. നമ്മൾ തിരിച്ച് വന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒന്നിനെ ഞാൻ കാണിച്ചത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ഇതായിരിക്കും. നമുക്ക് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ആറിടാനുള്ള ഒരിതാണ്. പിന്നെ ഇവിടെ കണ്ടാണ് നമ്മുടെ ഡസ്റ്റ് ബിൻ. പിന്നെ കുറച്ച് ഇങ്ങനെ വരുമ്പോൾ ഇതിലായിട്ടാണ് നമ്മളുടെ വാഷ്റൂം വരുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് ഇവിടുത്തെ നൈറ്റും ഇത് എക്സോഷനാണ്, ഇത് വാഷ്റൂം നൈറ്റാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാഷ്റൂം കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാഷ്റൂമിൽ അപ്പോൾ ഞാൻ വാഷ്റൂം ലൈറ്റ് ആക്കിയിട്ടുണ്ട്. എക്സോഷൻ ഞാൻ ഓഫ് ആക്കി കാരണം അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബ് ആവും. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഞാൻ ഇതുപോലുള്ള വാൾ ഹുക്ക് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റൽ എസെൻഷ്യൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്യാനൊക്കെ വെക്കാം, ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഫസ്റ്റ് ഉള്ളത് ഇങ്ങനത്തെ ഒരു ഇതാണ്. ഇതൊരു ബോഡി സ്ക്രബ് ആണ്, ലൈക്ക് ലോഫിക്ക് പകരം യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഷവർ ജെൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ അത് നല്ല ലെതറായിട്ട് ഇങ്ങനെ വരുന്നതാണ്. നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ്. ഞാൻ വാങ്ങിച്ചത് ആമസോണാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ റൂം ഫ്രഷ്നർ ഉണ്ട്, അല്ലെങ്കിൽ എയർ ഫ്രഷ്നർ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഇതുപോലുള്ള ഒരു 4 ഇത് സ്റ്റാൻഡ് പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ച മീഷോന്നാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബ്രഷൊക്കെ ഇടാനും അതുപോലെ എൻ്റെ റൂമിൽ ഞാൻ ഇനി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് സാധനമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ബ്രഷൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഓയിലുണ്ട്, ഇത് വീട്ടിൽ നിന്ന് കാച്ചിയെണ്ണ കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടെ ലോറിയൽ പാരീസിൻ്റെ ഞാനിപ്പോൾ തലക്ക് കുളിച്ചപ്പോൾ ഇട്ടതാണ്. ഇവിടെ ലോറിയൽ പാരീസിൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ ക്രീം ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ. ഇത് സ്കാൽപ്പ് മസാജറാണ്. ഇതും സിലിക്കൺ ടൈപ്പാണ്. നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് സർക്കുലേഷൻ ഒക്കെ കൂടണമെങ്കിൽ ഇതുകൊണ്ട് ആക്കിയാൽ മതി. ഇതും ഭയങ്കര യൂസ്ഫുൾ. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിനാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ നമ്മളെ വാഷിംഗ് സോപ്പ് ഉണ്ട്, ബാത്തിങ് സോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ രാസ്നാദി പൊടി ഉണ്ട്. എനിക്ക് അലർജിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് കുളിച്ച് കഴിഞ്ഞ ശേഷം തലക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഹെയർ കോംബ് ഉണ്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞതിന് മുമ്പ് വുഡൻ കോംബാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉജാല. പിന്നെ ഇത് ഫേസ് മസാജറാണ്. ലൈക്ക് നമുക്ക് ഫേസ് വാഷൊക്കെ ഇട്ട് നല്ലതിൽ മസാജ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ഇത് സുഷ്മിതതാണ്. പിന്നെ ഇവിടെ നമ്മളുടെ ബ്രഷ് ഉണ്ട്. ഇവിടെ സുഷ്മിതയുടെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ എൻ്റെ ബക്കറ്റിൽ നോക്കണ്ട, ബക്കറ്റിൽ അലക്കാനുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സുഷ്മിതയുടെ പിന്നെ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഷവർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രില്ല്, നമ്മുടെ പ്ലേറ്റ് ഒക്കെ കഴുകാൻ വേണ്ടി നമ്മൾ വെച്ചാണ്. പിന്നെ അവിടെ ഞാനിപ്പോൾ ഏപ്രിൽ അലക്കാൻ, ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അലക്കാൻ പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള വാഷ്റൂം ഞാൻ പുറത്ത് കാണിച്ചു തരാം, റൂം കാണിച്ചു തരാം. വാഷ്റൂം കഴിഞ്ഞ് നേരെ വരുന്നത് നമ്മളുടെ റൂമിലോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇത് എൻ്റെ സെക്ഷനും ഇത് സുഷ്മിതയുടെ സെക്ഷനുമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ സെക്ഷൻ കാണിച്ചത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇവിടെ കുഞ്ഞ് മിറർ ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. നമുക്ക് വാഷ്റൂമിൽ മിറർ എനിക്ക് അത്ര ഇഷ്ടമല്ല യൂസ് ചെയ്യാൻ വേണ്ടി. എന്നെ അത് കോംബ് ചെയ്യാൻ മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. അപ്പോൾ ഈ ഒരു മിറർ യൂസ് ചെയ്യും ഞാൻ. പിന്നെ ഇവിടെ എൻ്റെ കബേർഡ് ലോക്കും ID കാർഡ് ഇടാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിട്ടാണ്. കണ്ടോ, ഇതുപോലെ മിററൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു വാൾ ഹൂക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ മേലെയായിട്ട് ഷോപ്പിനും അവിടെ കുറേ ബോക്സ് ഒക്കെ ഉണ്ടാകും. മുന്നത്തെ ഓർഡർസിൻ്റെ ഒക്കെ ബോക്സാണ്. അതൊക്കെ ഞാൻ ചെരുപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ്.
ഇനി ഞാനിത് കബേർഡ് കാണിച്ചുതരാം. കബേർഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കബേർഡ്. അപ്പോൾ ഇവിടെയൊക്കെ എൻ്റെ കോളേജിലൊക്കെ പോകാനുള്ള കുർത്തീസൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ലൈറ്റ് ഇതായിരുന്നു. ഇവിടെ എൻ്റെ കുർത്തീസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കർച്ചീഫ്, മാസ്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷെ ജിമ്മിൽ പോകുന്നല്ലാണ്ട് ഇതുവരെ പോകാൻ മുഹൂർത്തമായില്ല ഗൈസ്. പക്ഷെ അടുത്ത സമയം എന്തായാലും ജിമ്മിൽ പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പോകും ഗൈസ്. പിന്നെ ഇവിടെ ലെഗിൻസ്, പലാസോ, സിഗരറ്റ് പാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇൻസൈഡായിട്ട് ഇവിടെ സ്ട്രെയിറ്റ്നറും ഹെയർ ഡ്രയറും ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഫയലുണ്ട്. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉള്ള ഫയലാണ് ഗൈസ്. ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ യൂട്യൂബ് നോട്ടായിരുന്നു ഇത്. ഞാൻ ഇപ്പോൾ അത് യൂസ് ആക്കാറില്ല. ഇപ്പം ഞാൻ വേറെ യൂട്യൂബിന് വേണ്ടി ബുക്ക് ഉണ്ടാക്കി. ഞാൻ മുന്നേ ഈ ഒരു ബുക്കിലായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടവർക്ക് അറിയും. ഈ ബുക്കിലാണ് ഞാൻ യൂട്യൂബിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാറ്. പിന്നെ ഇവിടെ എന്താ സ്പൈറൽ ബുഷസ് ആണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു ഇത്. പിന്നെ ഇവിടെ ആയിട്ട് എൻ്റെ ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് 2 ടിൻറ്റഡ് പൗഡർ ഉണ്ട്. പിന്നെ ടാൽക്കൺ പൗഡർ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ എൻ്റെ മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ സെറം, ടോണറൊക്കെയാണ് ഞാൻ പ്ലമ്മിൻ്റെ യൂസ് ചെയ്യുന്നത്. പിന്നെ മോയ്സ്ചറൈസർ ഞാൻ ഏത് യൂസ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇതെടുത്ത പിന്നെ തിരിച്ചിടാൻ പാടാണ് ഗൈസ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബാത്ത് ആൻഡ് ബോഡിയുടെ ആണ്. ഇത് ഏട്ടൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ ഇതും യൂസ് ആക്കാറുണ്ട്. ഇത് മറിയം എന്ന് പറഞ്ഞ ഇതും ഏട്ടൻ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ എൻ്റെ പെർഫ്യൂം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ കോമ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ഈ ഹെയർ മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഇതുവരെ യൂസ് ആക്കില്ല. ഉടനെ യൂസ് ആക്കുന്നത്. ഇവിടെ കാണിക്കുമ്പോൾ ഈ ഒരു സാധനം കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആയിട്ട് എൻ്റെ ഒരു ചെറിയൊരു പിഗ്ഗി ബാങ്ക് ഉണ്ട്. അതിൽ പൈസ ഒന്നും ഇല്ല, വെറുതെ വെച്ചാണ്. പിന്നെ ഇവിടെ എൻ്റെ സ്ക്രഞ്ചീസ് ഒക്കെ ഇട്ട ഒരു ബോക്സാണ്. പിന്നെ ഇവിടെ എൻ്റെ മൈക്ക് ഉണ്ട്. പിന്നെ ഇവിടെ റൂമിൽ ഇപ്പോൾ നല്ല എക്കുള്ള കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്യാത്തത്. പിന്നെ ഇവിടെ മേക്കപ്പ് റിമൂവർ കൂടിയുണ്ട്. ഇതെനിക്ക് ചേച്ചി വാങ്ങിച്ചു തന്നെയാണ് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി. പിന്നെ ഇവിടെ ആയിട്ട് നീം പൗഡറും ആംല പൗഡർ, ബീട്രൂട്ട് പൗഡർ ഉണ്ട്. ഞാൻ ഫേസ് പാക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ എൻ്റെ ഇയറിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സാനിറ്റൈസർ. പിന്നെ ഇത് ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമ്മൾ ചെറിയൊരു സ്പോഞ്ച് പോലെയാണ്. ഇത് നമ്മൾ കയ്യിലിട്ടെങ്കിൽ അത് ലാൽബ്രൈറ്റ് വരുന്നതാണ്. പിന്നെ ഇവിടെ ഒരു സാനിറ്റൈസർ. പിന്നെ ഇവിടെ എൻ്റെ ഹെയർ ബാൻഡ്സ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഇതുപോലത്തെ ഇത് എക്സ്ട്രാ ഉള്ളതുണ്ട്. ഇതുണ്ടെങ്കിൽ അത്യാവശ്യം വന്നെങ്കിൽ വേണമെന്ന് ഞാനിവിടെ വെച്ചാണ്. അപ്പോൾ ഇത് നേരത്തെ കാണിക്കാൻ വിട്ടത്. അതാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവിടെ താഴെയായിട്ട് എൻ്റെ പാൻസ്, ടീഷർട്ട്സ്, ഇത് റൂമിലിടുന്ന ഡ്രസ്സസാണ്. പിന്നെ ഇൻസൈഡായിട്ട് ഇന്നേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെയായിട്ട് സ്നാക്സും അതുപോലെ തന്നെ പിന്നെ ഇവിടെ കുറച്ച് കണ്ടെയ്നേഴ്സാണ്. ഇതിൽ ഉള്ളത് ഞാൻ റീസെൻ്റ്ലി സ്മിട്ടണിൽ വാങ്ങിച്ച പ്രൊഡക്ട്സ് ആണ്. ഇതൊക്കെ ഞാൻ സ്മിട്ടണിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സ് ആണ്. എല്ലാവർക്കും അറിയാം 199 രൂപ, 199 റുപ്പീസിൻ്റെ ഇത് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. മുന്നേന്ന് വെച്ചാൽ ഒരു 1-2 മാസമായി കാണും. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ഇത് ഞാൻ വൈകാണ്ട് യൂസ് ആക്കുന്നതായിരിക്കും. അപ്പോൾ കബേർഡിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കബേർഡ് ക്ലോസ് ചെയ്തിട്ട് ആയിട്ടുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ എൻ്റെ ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അത്ര വലിയ വൃത്തിയല്ലാന്ന് അറിയാം, എന്നാലും ഇവിടെ എൻ്റെ ബാഗ്സൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ കോളേജ് ബാഗ്സും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലഗേജ് ബാഗ്സും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരെ വരുമ്പോൾ ഇതെൻ്റെ ബ്ലാങ്കറ്റാണ്. എനിക്ക് ഭയങ്കര ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും എനിക്ക് ബ്ലാങ്കറ്റ് ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഭയങ്കര വൃത്തിയൊക്കെ നോക്കും ഗൈസ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര ക്ലീൻ ആക്കിയിട്ട് ഇവിടെ ആയിട്ട് ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ട്. ഇതിൻ്റെ നൈറ്റിൻ്റെ ഇത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഷ്മിത ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ നൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ താഴെയായി എൻ്റെ വേറെ ലഗേജ് ഉണ്ട്. ഈ ഒരു ലഗേജിൽ എൻ്റെ കഴിഞ്ഞ ഫസ്റ്റ് സെമ്മിലെ ബുക്സൊക്കെയാണ് ഞാൻ ഇട്ട് വെച്ചത്. പിന്നെ ഇതിൽ എൻ്റെ ചെരുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതിലായിട്ട് അത്യാവശ്യം വേണ്ട വിമ്മ്, അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് അലക്കിയിട്ട് ആറിടുമ്പോൾ ഇടുന്ന ക്ലിപ്പ്, പിന്നെ സോപ്പ്, വീട്ട്, അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഈ 2
ബക്കറ്റിലുള്ളത്. പിന്നെ ഇവിടെ ഇത്രയേ. പിന്നെ ഇവിടെ നിന്ന് നേരെ വരുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇതുപോലുള്ള ഒരു എന്താ പറയുക സ്റ്റാൻഡ് ഉണ്ട്. ഇത് വാളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഒന്നിക്ക് നമുക്ക് ഇങ്ങനെ ആണി ഇട്ടിട്ട് അതല്ലെങ്കിൽ ഇതുപോലെ വാൾ ഹൂക്കിൽ വെക്കാം, അതല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഡബിൾ സൈഡ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഡബിൾ സൈഡ് വെച്ചിട്ടായിട്ട് ഇവിടെ ഞാൻ ഇതുപോലെ വാൾ ഹൂക്ക് വെച്ചിട്ടായിട്ടത്. അപ്പോൾ രാത്രി ഇപ്പം ഞാൻ കിടക്കുമ്പോൾ ഫോൺ ഇവിടേക്ക് ഈ ടേബിളിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താക്കുന്നത് വെച്ചാൽ രാത്രി ഫോൺ ഇവിടെ വെച്ചിട്ടാണ് കിടക്കുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് വേഗം ഫോൺ എടുത്തിട്ട് നമ്മുടെ ബെഡിൽ തന്നെ നമ്മൾ ഫോൺ വെക്കില്ല. ബെഡിൽ വെക്കുന്നത് നല്ലതല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഇതിൽ എൻ്റെ മെഡിസിൻസ് ഞാൻ കുറച്ച് അത്യാവശ്യം വേണ്ട മെഡിസിൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഒരു ഹെഡ്ഫോൺ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് എന്താ പറയുക പൂജാമുറി എന്നൊക്കെ പറയാം. ഇത് ആക്ച്വലി ഇതിവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂം ഒന്ന് ഫുൾ അറേഞ്ച് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോഴേ ഞാൻ ഓർത്ത് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. അതുകൊണ്ട് ഇപ്പം തിരിച്ചിവിടെ വെക്കാനും പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലമായിട്ട് ഇവിടെ വെച്ചാണ്. ഇത് ശരിക്കും വാളിലേക്ക് ഇങ്ങനെ ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായതാണ്. ഇതിപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ ഞാൻ കളഞ്ഞു പോയി. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഞാൻ റൂം അറേഞ്ച് ചെയ്തപ്പോൾ ഇത് വീണ്ടും ഞാൻ വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സരസ്വതിയും ഗണപതിയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഈ സെമ്മിൽ വേണ്ട ആവശ്യമുള്ള ബുക്സും അതുപോലെ തന്നെ എൻ്റെ പൗച്ചിൽ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എൻ്റെ പുതിയ പൗച്ചിലാണ്. ഈ പൗച്ച് നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്പെറൻറ്റ് പൗച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ ഈ ഒരു പൗച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് BSc പഠിക്കുമ്പോഴോ ഞാൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ എൻ്റെ അംബ്രല്ല, പിന്നെ അതുപോലെ എൻ്റെ ഗ്ലാസ്. അപ്പോൾ ഇവിടെ എത്രയില്ല. പിന്നെ ഇവിടെ ആയിട്ട് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് എൻ്റെതും ഇത് മറിയതാണ്. മറിയ വെക്കേഷനായിട്ട് ഒരു മാസം വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ ഇവിടെ വെച്ച് പോയതാണ്. അപ്പോൾ അവൾ വന്നപ്പോൾ തിരിച്ചെടുക്കും. അപ്പോൾ ഇത് എൻ്റെതും ഇത് മറിയതാണ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ ഇങ്ങനെയൊക്കെ ടേബിളിൽ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബൊക്കെ അടിക്കും. പിന്നെ ഇവിടെ ആയിട്ട് എൻ്റെ പെൻ സ്റ്റാൻഡാണ്. അതിൽ എനിക്ക് സംഘു തന്ന ചോപ്സ്റ്റിക്കൊക്കെ ഉണ്ട്. ഞാൻ സംഘു ഉണ്ടാകുമ്പോൾ യൂസ് ആക്കാറുണ്ടായിരുന്നു. അവൾ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇവിടെ ആയിട്ട് ഒരു സ്മൈലിയുടെ സ്പോഞ്ച് ബോൾ, പിന്നെ ഹൈലൈറ്റർ പെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നൈഫൊക്കെ ഉണ്ട്. ആര് വെട്ടാനല്ല ഗൈസ്, ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഇതെനിക്ക് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത് തോന്നുന്നു. ഇവിടെ ഐസ് റോളറിന് ഫേസ് മസാജിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ് ഗൈസ്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഇതിൽ ചോക്ലേറ്റ് ഉണ്ട്. ഇത് മീന കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ ഇത് ഇവിടെ വെച്ചു. അപ്പം നമ്മൾ രണ്ടാമത് വിശക്കുമ്പോൾ ഇതൊന്ന് എടുക്കുന്നു മാത്രം. പിന്നെ എനിക്ക് 4 ബോട്ടിൽസ് ഉണ്ട്. എനിക്ക് ഞാൻ കുറേ വെള്ളം കുടിക്കും. അതുപോലെ തന്നെ അത് മാത്രമല്ല ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാൻ കുറേ വെള്ളം കുടിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു ബോട്ടിൽ ഫസ്റ്റ് ഒരു ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് വെള്ളം മതിയാവുന്നില്ല. കാരണം ഒരു കുപ്പിയിൽ വെള്ളം തീർന്നപ്പോൾ താഴെ പോയിട്ട് എടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ 2 3 ഇപ്പം 4 കുപ്പിയാണ് ഗൈസ്. ഇത് ഒരു ദിവസം എനിക്ക് 4 കുപ്പി 5 കുപ്പി വെള്ളം എന്തായാലും ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ കുഞ്ഞു കപ്പ്, എനിക്ക് സ്റ്റീൽ കപ്പോടെ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഒരു സെറാമിക്കിൻ്റെ കപ്പ് കൂടി ഉണ്ട്. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമില്ല. എനിക്ക് എപ്പോഴും സ്റ്റീലിൻ്റെ ഇതുപോലെ കുഞ്ഞു കപ്പാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ അതിലൊരു ഫോർക്കും ഒരു സ്പൂണും ഉണ്ട്. പിന്നെ ഇവിടെ എനിക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റംബൂട്ടാനും ഉണ്ടായിരുന്നു. റംബൂട്ടാൻ ഞങ്ങൾ കഴിച്ച് തീർത്തു. ഇപ്പോൾ ഉള്ളത് നെല്ലിക്കയാണ്. പിന്നെ ഇവിടെ എനിക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റും അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ പ്ലേറ്റും ഉണ്ട്. ഇതിൽ ഞാൻ AM ഇട്ടിട്ടുണ്ട്. പ്ലേറ്റ് മാറാതെ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ സ്പൂണിന് വരെ ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിനും താഴെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് എൻ്റെ ഹെഡ്ഫോൺ ഉണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഈ ഒരു സാധനം കൊണ്ട് ഹാങ് വെക്കിയത്. ഇവിടെ മേലായിട്ട് ഇതുപോലെ നമ്മുടെ കേർട്ടൻസ് ഒക്കെ ഉള്ള സാധനം ഉണ്ട്. അതിൻ്റെ ഒരു ഇതായിരുന്നു ഇത്. നമ്മൾ കേർട്ടൻസിൽ ഫുള്ള് ഡസ്റ്റ് ആയത് കാരണം അക്കൊക്കെ അലക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഡസ്റ്റ് നല്ലോണം നമ്മളെ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കാനും. അപ്പോൾ നമുക്ക് ഈ കേർട്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അലക്കാൻ വേണ്ടി അക്ക ഉണ്ട്. അപ്പോൾ നമ്മൾ അവർ അലക്കിയിട്ട് വന്നപ്പോൾ അവർക്ക് ജസ്റ്റ് പൈസ കൊടുത്താൽ മാത്രം മതി. ചെറിയ 10 റുപ്പി 20 റുപ്പി അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേർട്ടൻസ് അലക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഊരി വെച്ചതാണ്. പിന്നെ ഇവിടെ എൻ്റെ ബാഗ് ഉണ്ട്. ഇവിടെ ചെയർ ഉണ്ട്. ഇവിടെ എടുത്തിടാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ സൈഡ് വെച്ചത്. ഇത് ഞാൻ DIY ചെയ്തിട്ട് നമ്മളങ്ങനെ പോയി അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അതിൻ്റെ വീഡിയോ ഡിസംബറേക്ക് കഴിഞ്ഞ് വന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ ക്യൂട്ട് കളക്ഷൻസ് ആണ്.
നമ്മൾ കുറേ കാലമായിട്ട് കളക്ഷൻ ഒക്കെ നമ്മൾ ഇവിടെ എല്ലാം വെക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഭയങ്കര ഡസ്റ്റൊക്കെ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ കിൻഡർ ജോയിൻ്റെ ഗിഫ്റ്റാണ്. ബോയ് വേർഷനും ഗേൾ വേർഷനൊക്കെ ഗിഫ്റ്റാണ് ഇത്. കിൻഡർ ജോയ് കഴിക്കുന്ന ചെറിയ കുട്ടികളാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ കിൻഡർ ജോയിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. മാത്രമല്ല ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഇവിടെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചു വെക്കും. പിന്നെ ഈ സൈഡ് സുഷ്മിതയുടെ സെക്ഷനാണ്. അപ്പോൾ അവളുടെ ബുക്സും അതുപോലെ തന്നെ ബോട്ടില്, ഫോൺ, പിന്നെ പ്രിന്റർ ഇതൊക്കെ ഉണ്ട്. പിന്നെ അവളുടെ അമ്പല്ല ഇത് അവർക്ക് കിട്ടിയ ഒരു പ്രൈസ് ആയിരുന്നു. അപ്പോൾ വാട്ട് യു ഗോട്ട്? സുഷ്മിതയൊക്കെ ക്രിക്കറ്റിന് കിട്ടിയാണ്. അവൾ ഭയങ്കര അത്ലറ്റ് ആണ്. അതെ, അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു മെഡലാണിത്. പിന്നെ ഇത് എക്സാമിന് വേണ്ടിയിട്ട് എഴുതി വെച്ചാണ്. ഞാൻ ഇതൊക്കെ എഴുതി വെച്ചൊക്കെ ഞാൻ തിയറി എക്സാം കഴിഞ്ഞപ്പാട് തന്നെ കീറി കളഞ്ഞാണ്. ഇതിപ്പോൾ നമുക്ക് തിയറി എക്സാം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് ഉള്ള ഗ്യാപ്പിലാണ് ഞാൻ ഇപ്പോൾ ആ വീഡിയോ എടുക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നത് 9-ാം തീയതിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞത് കേട്ടേൻ്റെ ആ സാധനമാണ് നമ്മൾ ഊരി വെച്ചാണ്. പിന്നെ അവളുടെ ബാഗ്, ടേബിൾ, പിന്നെ അവളുടെ ബെഡ്, പിന്നെ അവളുടെ കബഡ്, ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കുഞ്ഞു റൂം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ സെറ്റാക്കിയിട്ടുള്ള വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ പെടുന്നതായിരിക്കും. ബൈ.